ഇതൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ടാണ്. അപ്പോൾ മോന് രാവിലെ വിശക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ഫ്രിഡ്ജിൽ ഇന്നലത്തെ ദോശയുടെ മാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ദോശ ചുടാനുള്ള പരിപാടിയാണ്. ദോശയ്ക്ക് എന്താ ഒരു ഷേപ്പില്ലാത്തതെന്ന് വെച്ചാൽ എൻ്റെ ഒരു കയ്യിൽ ഫോണാണേ. ഫോൺ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മോളില്ല, മോള് രാവിലെ കരോട്ടയുടെ ക്ലാസ്സിന് പോയിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ദോശ അതുകൊണ്ട് ഒരു പ്രത്യേക ഷേപ്പൊന്നുമില്ല. ദോശയ്ക്ക് കറി എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ സാമ്പാറാണ്. ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നലത്തെ സാമ്പാറുള്ളപ്പോൾ പിന്നെ ഇനി എന്തിനാണ് പ്രത്യേകിച്ചൊരു കറി. അപ്പോൾ സാമ്പാറും കൂട്ടി ദോശയായിട്ട് മോനങ്ങ് കൊടുത്ത്. ഇനി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശപ്പം പറയുന്നത്. അപ്പം പിന്നെ എന്തെങ്കിലും അന്നേരം കരുതി വെച്ചേക്കണം. പിന്നെ നമുക്ക് അടുപ്പിൽ ചാമ്പലൊക്കെ വാരി, ഞാൻ വിറകടുപ്പിലാണ് ചോറ് വയ്ക്കുന്നത്. നിങ്ങളൊക്കെയോ? ഒട്ടുമിക്ക വരും വിറകടുപ്പിലൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ദോശയുടെ മാവ് തികഞ്ഞില്ല, അതുകൊണ്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് നമ്മളൊരു കൊല വെട്ടിയായിരുന്നു ഏത്തൻ്റെ. അപ്പോൾ അത് 2 ദിവസമായി ചന്ദനത്തിരി കുത്തി വെച്ചേക്കുന്നു. നാളെ ആകുമ്പോഴേ നല്ലതുപോലെ പഴുക്കുള്ളൂ. ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതൊരു ചട്ടിയിലോട്ട് ഇട്ട് ചൂടാക്കാൻ വെച്ച്. ഇതെന്ന് പറയുന്നത് 2 ലെഗ് പീസ് മാറ്റി വെച്ചായിരുന്നു. അപ്പം അത് ഫ്രൈ ചെയ്യാൻ ഞാൻ മോളിൽ നിന്നൊരു ഫ്രൈഡ് മസാല മേടിച്ചായിരുന്നു. അപ്പം അതിലോട്ട് മുക്കി ഡീപ്പായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ഇന്നും ഈ റോസരി തന്നെയാണ് ചോറ് വയ്ക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ നല്ല ചോറും വേവ് കുറവുമാണ്. അപ്പം നമ്മുടെ ജോലി അത്രയും കുറഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ റോസരിയാണ് ഇന്ന് വെച്ചത്. ഉണ്ട് ഫ്രൈ ചെയ്ത് ഇങ്ങനെയായി. നല്ലതുപോലെ മൊരിഞ്ഞില്ല, കുറച്ചുകൂടെ ആകാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.